അൺബോക്സിംഗ് ആണ്. ഇതെന്ന് പറഞ്ഞാൽ ന്യൂ പ്രസ് മാളിൽ ഒരു കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു കേട്ടോ, ഇവിടുത്തെ മാരിഡിൻ്റെ അവാർഡ് ന്യൂ പ്രസ് മാളിൽ. അപ്പോൾ അവിടുത്തെ സെക്കൻഡ് കാറ്റഗറിയിൽ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അല്ലെങ്കിൽ തേർഡ് പ്രൈസ് കിട്ടി. അപ്പോൾ അതിന് കിട്ടിയ ഗിഫ്റ്റുകളാണ് ഇത് രണ്ടും. അപ്പോൾ അതിനൊക്കെ ഒന്ന് അൺബോക്സ് ചെയ്യാം. ഫസ്റ്റ് തന്നെ ഇത് കാണിച്ചു തരാം. ഇതെന്തോ ഒരു ഫുഡിൻ്റെ ഒരു ക്വിക്ക് കൂപ്പണാണ്, 10% ഓഫിന്. ഇത് പാർട്ടിസിപ്പേഷൻ്റെ സർട്ടിഫിക്കറ്റ്. ഇത് തേർഡിൻ്റെ കിട്ടിയോണ്ടുള്ള പ്രൈസിൻ്റെ സർട്ടിഫിക്കറ്റ്. ഇത് രണ്ടുമാണ് നമ്മുടെ ഗിഫ്റ്റ്. ഇത് എനിക്ക് തോന്നുന്നു എനിക്കിതൊന്നും പ്രത്യേകിച്ചൊന്നും ഗസ് ചെയ്യാൻ പറ്റുന്നില്ല. എന്നാലും ഓപ്പൺ ചെയ്യാം. വാങ്ങുമായിരുന്നു രസത്തെ ഇതൊക്കെ പതുക്കെ എണീപ്പിച്ച് എന്തൊക്കെയോ പറഞ്ഞ അവസാനം എണീപ്പിച്ചതാണ്. എൻ്റെ അമ്മയും പറഞ്ഞ പോലെ തന്നെ ഇതൊരു കേക്കാണ്. അല്ലേ ആണെന്ന് തോന്നുന്നു. യെസ്, കേക്ക് തന്നെ. അമ്മമ്മേൻ്റെ ഗസ് കറക്റ്റ് ആയിരിക്കുന്നു ഗൈസ്. ഇത് ഞങ്ങൾക്ക് അൺബോക്സ് ചെയ്യണമെങ്കിൽ പിന്നെ അൺബോക്സ് ചെയ്യാം. ഇപ്പം അതായത് ഇതിലെനിക്ക് തോന്നുന്നുണ്ടോ പെൻസിലോ അങ്ങനെ ഒരു ആർട്ടിൻ്റെ സെറ്റ് അങ്ങനെയാണെന്നൊരു ഡൗട്ട്, ഒരു ഉറപ്പുമില്ല. ഇന്ത്യൻ ബിസിനസ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്താണ് ദൈവമേ. ഇതിൻ്റെ ഉള്ള അകം വരച്ചു നോക്കാം. ഇവിടെ കുഞ്ഞോട്ടേണ്ട അപ്പോൾ അതിന് പിടിച്ച് അമ്മ സ്റ്റോപ്പൊക്കെ കഴിഞ്ഞാൽ കിട്ടിയ സമയത്ത് ഇതെന്ത് ലൂഡോ സംഭവമാണ്. ലൂഡോൻ്റെ എന്തോ സംഭവമാണ് ഗൈസ്. എനിക്കിതെന്താണെന്ന് അറിയുന്നത് ഒന്ന് ഇതിങ്ങനെയുള്ളൊരു സംഭവമാണ്. എനിക്കൊന്നും മനസ്സിലായില്ല. ഇതും പറഞ്ഞിട്ട് എന്നെ കളിക്കാൻ എനിക്കറിയാം. മറ്റേ ലൂഡോ അങ്ങനെ എന്തോ സോറി എന്തോ സംഭവം അതിൻ്റെ ആ ഒരു മോഡൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യാം. ഇതാണ് സംഭവം. ഇതിവിടെ എന്താ 500, 100, 5000, 10,000 അങ്ങനെ കുറേ നമ്പേഴ്സ് ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ ഗൈസ് അങ്ങനെ തന്നെ എന്തോ ഒരു ഇതാണ്. അപ്പോൾ ഗൈസ് ഇതെൻ്റെ അച്ഛൻ വന്നിട്ട് ഇതൊക്കെ എന്തോ സംഭവം ഇൻസ്ട്രക്ഷൻസ് ആണെന്ന് തോന്നുന്നു. പിന്നെ ഡൈസ് വന്നിട്ടുണ്ട്. പിന്നെ ഇങ്ങനെയുള്ള വീടുകൾ. ഇത് മൊണോപോളി പോലുള്ളൊരു സംഭവമാണ്. ഞാൻ ആദ്യം ലൂഡോ എന്ന് പറഞ്ഞാൽ മൊണോപോളി പോലുള്ള സംഭവമാണ്. അപ്പോൾ ഗൈസ് ഞങ്ങൾക്ക് ഇതെനിക്ക് മനസ്സിലാക്കാനേ ഞാൻ പറ്റുവാണെങ്കിൽ വീഡിയോ നമുക്ക് അടുത്തൊരു വീഡിയോ ഇട്ടാണ്. അതൊരിക്കും ബൈ.